വിജയ്, ആ ഇക്ക, ഇന്നെങ്കിലും വണ്ടി ശരിയാക്കി തരുമോ? കുറച്ച് ദിവസത്തെ പണികളുണ്ട്, നാളെ വൈകിട്ട് വരാം. എത്ര ദിവസമാണ് ഓട്ടത്തിന് പോയിട്ട്? വീട് വാടകയും കൊടുത്തിട്ടില്ല, മോടെ ഫീസും അടച്ചിട്ടില്ല, മൊത്തത്തിലാകെ ബുദ്ധിമുട്ടില്ല. നീ വേഗം ശരിയാക്കി താ. ഒരു മിനിറ്റ് ഇക്ക, ഞാനൊന്ന് നോക്കട്ടെ. എടാ ബാബു, നീ എന്നാ തിരിച്ചു വരുന്ന? 2 ദിവസം കഴിയും. എടാ, എന്റെ വണ്ടിയുടെ പണി കഴിഞ്ഞോ? എടാ, എല്ലാ പണിയും തീർന്നിരിക്കുക. നിന്റെ ഓട്ടോ ഒന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ 2 ദിവസത്തേക്ക്? ഏയ്, അതൊന്നും വേണ്ടടാ. എടാ, നമ്മുടെ സലീമിക്കൊക്കെയാണ് ഇക്കയുടെ വണ്ടിയുടെ പണി തീർന്നിട്ടില്ല, അതാണ്. എടാ, അതൊന്നും ശരിയാവില്ല. എടാ വേണ്ടടാ, നീ എന്നെ ഒന്ന് സഹായിക്ക്. ഈഫനെ കൊണ്ട്. നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഓക്കേടാ. എടാ, നീ ഫോൺ ചെയ്ത് നിൽക്കാതെ എൻ്റെ വണ്ടി ശരിയാക്കി തന്നേ. ദേ, ആ വണ്ടി എടുത്തു. അവൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതൊന്നും ശരിയാത്ര. നീ എന്തോ പറയുന്നത്? ഇക്ക കൊണ്ടുപോയിക്കോ, ഞാനല്ലേ പറയുന്നത്. വണ്ടിയുടെ കിഴി എന്തി? ഇക്ക, വണ്ടിയുടെ കീ വണ്ടിയിൽ തന്നെ കിടപ്പുണ്ട്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്ന? താഴെ നോക്കി വണ്ടി ഓടിക്കണത് തന്റെ മുഖത്ത് കണ്ടില്ലേ? എടാ, എടുത്തോണ്ട് പോടാ. താഴെ തന്നെ പോടോ. ചുമ്മാ മനുഷ്യനെ അവനെ കിടത്താനായിട്ട് വണ്ടി കൊണ്ട് വട്ടം വെച്ച് ഷോ കാണിക്കണം. ഇതുപോലത്തെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി കിട്ടിയോ? എനിക്ക് വണ്ടി കിട്ടി. സമാധാനമായി. ഞാനേ കുറച്ച് താമസിച്ച് വരത്തുള്ളൂ കേട്ടോ. അതെ, മോൾക്ക് നാളെയാണ് ഫീസ് കൊടുക്കണ്ടേ കേട്ടോ. എനിക്കറിയാം. എന്നാ വെക്കട്ടെ. ശരി. വിജയ്, ഞാൻ പോവുകയാണ്. ഇന്ന് രക്ഷയില്ലെന്നാ തോന്നുന്നത്. ഓക്കെ എന്നാ, നാളെ കാണാം. ശരി എന്നാ. ഓക്കെ. ബിജു. സലീമിക്ക, ഞാൻ വണ്ടി ഒതുക്കാൻ പോണ്. ഇന്ന് കളക്ഷൻ എങ്ങനെ? മടുപ്പാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്റെ കാര്യം കണക്കാ. കുറച്ചു മുമ്പ് വണ്ടി കിട്ടി. ഇത് നമ്മുടെ ആ ബാബുവിന്റെ വണ്ടിയല്ലേ? ഇങ്ങോട്ട് വരുന്ന വഴി ഒരുത്തം ബൈക്കുമായിട്ട് വന്ന് വട്ടം ചാടി. ചെറിയൊരു വശമിച്ച. എന്നിട്ട് കൂടുതൽ വഴക്കിനൊന്നും ഞാൻ നിന്നില്ല. എന്നെ വേറെ പണിയുന്നു. അതാ നല്ലത്. നാളെ റാഷിയുടെ കോളേജ് ഫീസ് അടയ്ക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞുള്ളൂ, നീ പോയിക്കോ. എന്നാ പിന്നെ തട്ടുകട പോയിട്ട് 2 ദോശ അങ്ങോട്ട് തട്ടിയാലോ? അതൊന്നും വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം, നീ പോയിക്കോ. എന്നാ ശരി. ഓക്കെ. ബാബു, ഞാൻ വണ്ടി എടുത്തായിരുന്നേ. ഞാൻ ദേ സ്റ്റാൻഡിലുണ്ട്. ഇന്ന് കുറച്ച് താമസിച്ച് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടാ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. ചേട്ടാ, റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. കയറി.
ചേട്ടാ എന്തെങ്കിലും കുഴപ്പം? ഒന്നുമില്ല, ഇപ്പൊ ശരിയാവും. ഇപ്പൊ ഏതാ ട്രെയിൻ? ചേട്ടനൊന്ന് വേഗം പോ. ചേട്ടാ ചേഞ്ച് പോയാ? എന്നൊന്ന് സഹായിക്കടാ. ഓ പണ്ടാരടങ്ങാനായിട്ട് ഇവനെയൊക്കെ ഇല്ലെങ്കിൽ വീട്ടിൽ പോടാപ്പാ. വായി നോക്കി അതെ. എന്താ പറ്റിയ? വല്ല വണ്ടി ഇടിച്ച് കാണും. ഏയ് നല്ല ഇടിയായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. അതെ, എന്താ ഉണ്ടായ? രണ്ടുപേര് ആ റെയിൽവേ ഗസ്റ്റിനോട് വെച്ച് അവരിറങ്ങിപ്പോയി. ട്രെയിൻ വന്ന് ഇടിച്ച്. അവരങ്ങോട്ട് പോകുന്നത് കണ്ടില്ലായിരുന്നോ? ഞാൻ കണ്ടില്ല. ഓടിപ്പോ. അല്ല, ഇക്കക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ? ഇല്ല. ചേട്ടൻ വീട്ടിൽ പോക്കേട്ടാ. നീ ആദ്യം വീട്ടിൽ പോകാൻ നോക്ക്. ചുമ്മാ വായിട്ട് നോക്കിക്കോ. ഇക്ക പോയിക്കോ. ചേട്ടാ, ദേ ഒരു ബാഗ് കിടക്കുന്നു. ബാഗോ? എവിടെ? ആ ഇതിനകത്തേ വല്ല കാശുണ്ടോ നോക്കട്ടെ. നീ വന്നേ. എന്ത് കിട്ടിയാലും അതിൽ കാശുണ്ടോന്നാണ് അവന്റെ നോട്ടം. ആ ഇതൊരു ID കാർഡല്ലേ? എന്റെ പടത്തോനെ, എന്റെ റബ്ബേ.